അംബികയല്ലേ? ഞാനാണ്. ഞാൻ മലയാളം സ്വല്പം വൈകും. അതെ, അയാൾ മീറ്റ് ചെയ്യാൻ പോവാണ്. എന്തോ ഞാൻ അർച്ചനയ്ക്ക് നേർന്നിട്ടുണ്ട്. ഒക്കെ ശരിയാവുന്നേ. ആദ്യമൊക്കെ ദുസ്വപ്നങ്ങളായിരുന്നു. ഉറങ്ങാത്തപ്പോ മിണ്ടാതെ ഒറ്റ ഇരിപ്പിരിക്കും. മറ്റു യാതൊരു പ്രോബ്ലംസും ഇല്ല. സംസാരിക്കില്ല, ജസ്റ്റ് സൈലന്റ്. പക്ഷെ അതായിരുന്നു വലിയ ശിക്ഷ. പ്രത്യേകിച്ച് അവള് ഒരുമാതിരി ചിലചലാൻ ചിലക്കുന്ന ടൈപ്പിൽ പെണ്ണുമായിരുന്നു. ഈ 3 വർഷത്തിനിടയിൽ ആ കുട്ടി എത്ര പ്രാവശ്യം ഈ അബ്നോർമാലിറ്റീസ് കാണിച്ചിട്ടുണ്ട്? വെൽ, ഐ ക്യാൻ ഗിവ് ദ ഡീറ്റെയിൽസ്. ആദ്യത്തെ പ്രാവശ്യം അത് വളരെ കുറച്ച് ദിവസമേ നിന്നുള്ളൂ. അതവൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വന്നില്ല. ഒരാഴ്ച കൊണ്ട് അവൾ നോർമലായി. നോർമൽ എന്ന് പറയുമ്പോൾ പഴയ പ്രസരിപ്പ് നഷ്ടപ്പെട്ട ഒരു നോർമൽ സ്റ്റേജ്. 1 മാസത്തിന് ശേഷം വീണ്ടും പ്രോബ്ലം ഉണ്ടായി. അതവളെ ഹോസ്പിറ്റലിലാക്കി. ഏതാണ്ട് 1 മാസത്തോട് അടുപ്പിച്ച് അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ 1.5 വർഷത്തേക്ക് പ്രശ്നം കണ്ടില്ല. വീണ്ടും ഒരിക്കൽ അത്തവണ ഒരു 2-3 ആഴ്ച കിടക്കേണ്ടി വന്നുള്ളൂ. പിന്നെ ഇപ്പോഴും ഏതാണ്ട് 1 മാസം. ഇതിനിടയ്ക്ക് ഈ കുട്ടിയുടെ മാരേജിനെ പറ്റി എപ്പോഴെങ്കിലും ആലോചിച്ചിരുന്നോ? 2-3 പ്രാവശ്യം. പക്ഷെ ഒന്നും ശരിയായില്ല. അവളുടെ ഈ അസുഖത്തിന്റെ കാര്യം ഒളിച്ചു വെച്ചിട്ട് കല്യാണം നടത്തുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഒരു ഭർത്താവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ എനിക്ക് എന്റെ ജോലി തീരൂ. ഇവനോ അവർക്കെല്ലാം കൂടി ഞാനേ ഉള്ളൂ. ഇപ്പൊ പെട്ടെന്നൊരു ആൻസർ പറയണമെന്നില്ല. ഇല്ല, ഇപ്പൊ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ട് കൂടുതൽ ആലോചിക്കാനുണ്ടെന്ന് തോന്നുന്നില്ല. എന്റെ ഒരു വിശ്വാസം ചിലപ്പോൾ ഇല്യൂഷൻ ആയിരിക്കാം. നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ഒരു വിവാഹ ജീവിതം ആ കുട്ടിയെ നോർമലാക്കുമെന്നാണ്. യു മീൻ? എനിക്കതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. എനിക്ക് മീഡിയ ഒന്ന് കണ്ട് സംസാരിക്കണം, അത്രേ വേണ്ടു. കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാം. അങ്ങനെയല്ലേ? ഞാൻ കാണുകയില്ല. എനിക്കിനി ഒരാളെയും കാണാൻ വയ്യ. ആരും എന്നെയും കാണണ്ട. മീര, എന്താ നീ പറയുന്നേ? നീ ആദ്യം ആ മനുഷ്യനെ ഒന്നിട്ട് സംസാരിക്കൂ. എന്നിട്ട് നീ പറയുന്നത് തന്നെ പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കാം. ദേ, കുട്ടിയല്ലേ എന്നോട് പറഞ്ഞത്. എല്ലാം അറിഞ്ഞുകൊണ്ട് ഒരാൾ. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മീര, എനിക്കിഷ്ടമല്ല, എനിക്കിഷ്ടമല്ല, എനിക്കിഷ്ടമല്ല. എന്താ ഇത്? എന്തിനാ കുട്ടി അങ്ങനെ ചേട്ടനോട് അർത്ഥം മുറിച്ച് പറയാൻ പോയത്? ചേട്ടൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാമോ ഇങ്ങനെ ഒരാളെ കണ്ടുപിടിക്കാൻ? അറിയാം ഏട്ടത്തിയമ്മേ. പക്ഷെ ഞാൻ ആലോചിച്ചിട്ട് എനിക്കിനി ഒരു വിവാഹം ഇല്ല ഏട്ടത്തിയമ്മേ. അങ്ങനെ എന്തെങ്കിലും ശ്രമിച്ചാൽ ഞാനുണ്ടാവില്ല, ഉറപ്പാ. അയ്യേ, എന്താ ഇത്? ചേച്ചേ, ഇനി ഇതും പറഞ്ഞ് രാത്രി ഉറങ്ങാതിരിക്കണ്ട. കുട്ടിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇവിടെ ആരും ഒന്നും നിർബന്ധിക്കില്ല. ഞാൻ പറഞ്ഞോളാം ചേട്ടനോട് കേട്ടോ. ഗുളിക കഴിച്ചോ? ഗുളിക കഴിച്ചോന്ന്. ഇത് പിടിക്കും.